കൂട്ടുകാരെ, ഇന്ന് ഞാൻ എൻ്റെ വീട്ടിലുണ്ടായ അപ്പൂപ്പനും അമ്മൂമ്മയും നട്ട കൃഷികൾ കാണിച്ചു തരാം. വാ. അങ്ങനെ ആദ്യം തന്നെ ഞാൻ കാണിക്കുന്നത് തക്കാളിയാണ്. ഞങ്ങളുടെ വീട്ടിലെ തക്കാളി, അതിൻ്റെ മുകളിൽ കുറച്ച് ഇലകളൊക്കെ വീണ് കിടക്കുവാണ്. അതൊക്കെ ഞാനെടുത്ത് മാറ്റുവാണ്. ഇപ്പൊ അങ്ങനെ തക്കാളി ഒന്നും പഴുത്തിട്ടില്ല, എല്ലാം പച്ചയായി കിടക്കുവാണ്, ചെറിയതായിട്ട്. ഇത് കുറച്ച് ചീരയാണ്, ഒരുപാടുണ്ടായിരുന്നു. അത് ഞങ്ങൾ പറിച്ച് ഓരോരുത്തർക്ക് കൊടുക്കുകയും തോരൻ വെക്കുകയൊക്കെ ചെയ്തതാണ്. ഇത് പച്ചച്ചീരയുമാണ്, അതും അതുപോലെ തന്നെയാണ്. പിന്നെ ജമന്തി, മഞ്ഞ ജമന്തിയാണ്. ഈ ജമന്തി ഓണത്തിനൊക്കെ എടുക്കാനായിട്ട് വെച്ചേക്കുവാണ്. പിന്നെ ഇത് ഞങ്ങളുടെ വീട്ടിലുണ്ടായ കോളിഫ്ലവർ, വലുതും ഉണ്ട് ചെറുതും ഉണ്ട്. ഇത് പറിക്കാറായി നിൽക്കുന്നതാണ്. ചിലതൊക്കെ പറിക്കാറായി നിൽക്കുന്നതാണ്, ചിലതൊന്നും പറിക്കാറായി നിൽക്കുന്നതല്ല. ഇത് പറിക്കാറായി നിൽക്കുന്നതല്ല, കണ്ട. അതുപോലെ ചിലത് പറിക്കാറായി നിൽക്കുന്നതും അല്ല. അങ്ങനെ ഒരുപാട് കോളിഫ്ലവേഴ്സ് ആണ് ഉള്ളത് ഞങ്ങൾക്ക്. പിന്നെ ഇതാണ് ഞങ്ങളുടെ ഈ ക്യാബേജ് ഒരുപാടുണ്ട്. കോളിഫ്ലവറിനെ പോലെ തന്നെ കുറച്ചൊക്കെ ചെറുതും കുറച്ചൊക്കെ വലുതുമാണ്. ചിലതൊക്കെ ഇങ്ങനെ പറിക്കാറായും നിൽക്കുകയാണ്. ഇത് ഞങ്ങളുടെ പയറാണ്, നല്ല നീളമുള്ള പയറാണ്, നല്ല നീളം വലുതുമാണ്. ഞാനാണ് ഇന്ന് ആ പയറുകളെല്ലാം പറിക്കുന്നത്. ഓരോന്നായിട്ട് ഇങ്ങനെ പറിച്ച് എടുക്കുവാണ്. ഞങ്ങൾ ഈ നട്ടേക്കുന്നതിനെല്ലാം എടുത്തേക്കുന്നത് ഞങ്ങളുടെ വീട്ടിൽ പശുക്കളൊക്കെ ഉണ്ട്. ആ പശുവിൻ്റെ ഈ ചാണകവും ഗോമൂത്രമൊക്കെയാണ് ഞങ്ങൾ എടുക്കുന്നത് ഈ കൃഷികൾക്കൊക്കെ ഇടാൻ. അത് ഞങ്ങൾ വളമായിട്ടൊക്കെയാണ് എടുക്കുന്നത്. ഇത്രയും പയറാണ് ഞങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഞങ്ങൾ ഒരു ചേമ്പിൻ്റെ വട്ടയിലയിലാണ് ഇടുന്നത് പയറ്. ഞാൻ പയറെല്ലാം കൊണ്ട് വെക്കാൻ പോവാണ്. ദേഹത്തിരിക്കുന്ന പയറൊക്കെ നല്ല നീളമുള്ളതാണ്. ഇത് ഞങ്ങളുടെ അവിടുത്തെ സീനിയാണ്, ഡാർക്ക് പിങ്ക്, മഞ്ഞ കളറും ലൈറ്റ് ഷെയ്ഡുള്ള പിങ്കും ഒക്കെ ഉള്ളത്. പിന്നെ ഇതാണ് ഞങ്ങളുടെ പടവലം, വെള്ളപ്പൂ വന്ന് കിടക്കുവാണ്. പടവലങ്ങ ആണ്, വീട്ടിൽ തന്നെയുള്ള പടവലങ്ങ. ഇത് ഞങ്ങളുടെ പാവലാണ്, മഞ്ഞ പൂക്കളെല്ലാം വന്ന് നിൽക്കുവാണ്. പാവയ്ക്കൊക്കെ കുറച്ചൊക്കെ ഉണ്ടായിട്ടുണ്ട്, അതൊക്കെ പറിക്കുകയും ചെയ്തു, അതുകൊണ്ട് ഇപ്പം ഇല്ലാത്തത്. ഇത് ഞങ്ങളുടെ അവിടുത്തെ പുതിയൊരു സൈസ് ആയിട്ടുള്ള മുളകാണ്. ഇവിടുത്തെ നല്ല വയലറ്റ് കളറായിട്ടുള്ള മുളക് കുറച്ചൊക്കെ നന്നായിട്ട് നിൽക്കുവാണ്. ഇത് ഞങ്ങളുടെ പച്ചമുളകാണ്, അല്ലാണ്ട് ആ വയലറ്റ് മുളകൊന്നുമല്ല, പച്ചമുളകാണ്, എല്ലാവരുടെ വീട്ടിലൊക്കെ ഉള്ള മുളക്. ഇതെന്ന് വെച്ചാൽ ഞാൻ വെറുതെ കാണിക്കുന്നതാണ്, തേനീച്ചക്കൂടാണ്. തേനീച്ചയുണ്ട് ഇവിടെ, അതുകൊണ്ട് ഞങ്ങൾ പിടിക്കാനായിട്ട് വെച്ചേക്കുവാണ്. രണ്ട് കലമായിട്ട്. ഞാൻ പിന്നെ വീണ്ടും പുറകിലേക്ക് നടക്കുവാണ്. എന്തിനാണെന്ന് വെച്ചാൽ അവിടെയും കുറച്ചൊക്കെ കൃഷികളുണ്ട്. ഇത് ഞങ്ങളുടെ നല്ല ഉണ്ടയായി നിൽക്കുന്ന ബ്രിഞ്ചോളാണ്, നല്ല വലിയ ബ്രിഞ്ചോളാണ്. ഒരുപാടുണ്ട് ഈ ബ്രിഞ്ചോള്. ഈ ബ്രിഞ്ചോളിന് ഞാൻ തന്നെ മുറിക്കുവാണ്, കാരണം നല്ല വലുതും കൂടെ ആയതുകൊണ്ട് ഞാൻ മുറിക്കാമെന്ന് വിചാരിച്ചു. ഇതാണ് ഞങ്ങളുടെ ചാമ്പ മരം. മുകളിലൊക്കെ കുറച്ച് പഴുത്ത ചാമ്പയൊക്കെ ഉണ്ട്. ഇപ്പം കാണിച്ചത് പച്ചയുമാണ്. മുകളിൽ ചെറിയ പിങ്ക് കളർ ഉണ്ട്, അതൊക്കെ ചാമ്പയ്ക്ക പഴുത്തതാണ്. പിന്നെ ഇതൊക്കെ കുറച്ച്
കപ്പയും ഒക്കെ ആണ് കാച്ചില്. കപ്പയാണ്. കപ്പ ഞങ്ങൾ നേരത്തെ നട്ടിട്ടുണ്ടായിരുന്നു. ചെറുത് തണ്ടായിരുന്നു നട്ടത്. ഇത് ആത്തയ്ക്കാണ്, പച്ച കളറുള്ള ആത്തയ്ക്ക. ഒരുപാട് ടൈപ്പായിട്ടുള്ള ആത്തയ്ക്ക ഉണ്ട്. ഈ ഞങ്ങളുടെ ആത്തയിൽ ഒരുപാട് ആത്തയ്ക്ക ഉണ്ട്. കണ്ടോ? എനിക്ക് ഏറ്റവും ആത്തയ്ക്ക, അന്നേരം എനിക്ക് പറിക്കാനും പറ്റും. ഇതാണ് ഞങ്ങളുടെ വാഴയില, സദ്യക്കൊക്കെ കൊടുക്കാൻ പറ്റും. ചോറൊക്കെ വിളമ്പാനായിട്ട്, സദ്യ വിളമ്പാൻ. ഇത് ഞങ്ങളുടെ ചക്കമരമാണ്. കണ്ടോ? വലുതും ഉണ്ട്, ചെറുതും ഉണ്ട്. കണ്ടോ? നല്ല വലുത്, ഒരുപാടുണ്ട്. താഴെ നിൽക്കുന്ന ചെറുത് വലുതാകുമ്പോൾ മണ്ണിൽ മുട്ടി കിടക്കുവേ. ഞങ്ങളിപ്പോൾ 2 ചക്ക പറിച്ചു, ഒന്ന് വലുതും ഒന്ന് ചെറുതും. ഈ ചെറിയ ചക്ക എന്തിനാ പറിച്ചതെന്ന് വെച്ചാൽ അത് അത്രേ ആവത്തുള്ളൂ, അതുകൊണ്ടാണ്. ഇത് ഞങ്ങളുടെ കോളിഫ്ലവർ ആണ്, വലുതാവുന്നേ ഉള്ളൂ. ഇത് ഞങ്ങളുടെ ഡ്രാഗൺ ഫ്രൂട്ട് ആണ്. പപ്പായ മരത്തിൽ ഇങ്ങനെ പടത്തി വിട്ടേക്കുവാണ്. ഇതാണ് ഞങ്ങളുടെ നാരങ്ങ. നാരങ്ങ മരത്തിൽ നിന്നും ഉണ്ടായി വീണതാണ്. ഒരുപാട് നാരങ്ങയുണ്ട്. ഒരുപാട് നാരങ്ങ പറിച്ച് അവിടെ നിൽപ്പുണ്ട്. ഇപ്പം ഒരെണ്ണം താഴെ വീണു. അത് ഞാൻ നിങ്ങളൊന്നും കാണിച്ചു നന്നായി പഴുത്ത് നിൽക്കുകയാണ്. അതുകൊണ്ട് ഇത്രയും പച്ചക്കറികളാണ് എനിക്ക് കിട്ടിയത്. ഒരുപാട് പച്ചക്കറികൾ കിട്ടിയേ. പിന്നെ അതിൻ്റെ ഇടയിൽ നിന്ന് എനിക്കൊരു തക്കാളിയും കൂടെ ഉണ്ട് വീട്ടിലുണ്ടായത്. ഇന്നത്തെ ഇഷ്ടപ്പെട്ട ടാറ്റാ.